Hi dear students, good morning to everyone. Have a nice day. We are going to our next online classes. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങി വളരെ സുന്ദരമായ രീതിയിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഓരോന്നും അതിഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ ഒരുപാട് ക്ലാസ്സുകൾ നടന്നു കഴിഞ്ഞു. എന്തായാലും നിങ്ങൾക്കത് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളതിനുള്ള റിപ്ലൈകൾ തരുന്നുണ്ട്. വളരെ സന്തോഷം. എന്തായാലും ഇത് തുടർന്ന് നമ്മുടെ ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസം ഒരിക്കലും നിഷേധിക്കപ്പെടാതെ, വിദ്യാഭ്യാസം എന്നുള്ളതിൻ്റെ ഏത് സാഹചര്യത്തിലും അതിനെ നിഷേധിക്കപ്പെടാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങൾ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതിനുള്ള അതിനുവേണ്ടി നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ Dear students, good morning to everyone. നമ്മൾ മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസിലെ ഇന്ത്യൻ ഫിലോസഫി 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫിയാണ് എന്ന ഭാഗമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വാട്ട് ഈസ് നോളജ് എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അതിന് ശേഷമുള്ള ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. Key concepts of knowledge. To understand the theories of knowledge in the Indian tradition, we must know certain key concepts related to knowledge. നമുക്ക് ഇന്ത്യൻ ട്രഡീഷനിലുള്ള നോളജിൻ്റെ തിയറികൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വി മസ്റ്റ് നോ സർട്ടൻ കീ കൺസെപ്റ്റ്സ് റിലേറ്റഡ്. ഈ നോളജുമായി ബന്ധപ്പെട്ട സം കീ കൺസെപ്റ്റ്സ് ആർ ദർ. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദം. The concept of jnana or cognition is the backdrop for all knowledge-related concepts. Here, the concept of jnana or cognition എന്ന് പറഞ്ഞാൽ ജ്ഞാനം, നമ്മൾ പറയപ്പെടുന്ന വിവരം, നമ്മളടുത്തുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഈസ് ദ ബാക്ക്ഡ്രോപ്പ്. അതാണ് ഏറ്റവും എല്ലാത്തിൻ്റെയും പിറകിൽ ഫോർ ഓൾ നോളജ് റിലേറ്റഡ് കൺസെപ്റ്റ്സ്. ഏതൊക്കെ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളുണ്ടോ അതിനൊക്കെ പിറകിലുള്ളത് കൊഗ്നീഷൻ അല്ലെങ്കിൽ ജ്ഞാന എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തമാണ്. Jnana is the awareness that takes place in a subject with a reference to an object. എന്താണ് ജ്ഞാന എന്ന് പറഞ്ഞാൽ? കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യം വരാം. ഈസ് ദ അവെയർനെസ്, അതൊരു ബോധമാണ്. ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു അവബോധം വിത്ത് റെഫറൻസ് ടു ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം. ജ്ഞാന, നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ലേ ഒരു കാര്യത്തെക്കുറിച്ച്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ജീവിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എനിക്കറിയാം. ഇപ്പോൾ ആന എന്നുള്ളൊരു ജീവി എടുക്കുകയാണെങ്കിൽ ആന എന്താണെന്ന് നമുക്കറിയാം. ആനയെക്കുറിച്ചുള്ളൊരു ജ്ഞാനം നമുക്കുണ്ട് എന്നർത്ഥം. അപ്പോൾ ഒരു വസ്തുവിനെക്കുറിച്ച്, എന്തിനെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന് കൃത്യമായൊരു അവെയർനെസ് എന്ന് പറഞ്ഞാൽ ആന എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപം, കാര്യങ്ങൾ, അതിൻ്റെ നിറം, അതൊക്കെ അതിനെക്കുറിച്ചുള്ളൊരു അവെയർനെസ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. ആ ഒബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ജ്ഞാനം അഥവാ കൊഗ്നീഷൻ ഉണ്ടാവുക എന്നുള്ളത്. റിലേഷണൽ നോളജ്, അപേക്ഷമായിട്ടുള്ള വിവരം. 4 factors are involved in all cases of relational knowledge. റിലേഷണൽ നോളജിൻ്റെ കാര്യങ്ങളിൽ 4 പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. 4 factors are involved in all cases of relational. നമ്മളൊരു വിവരത്തെ നമ്മൾ അറിയുന്നത് റിലേറ്റീവ്ലി ആണ്. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ ഒരു മരം കാണുന്ന സമയത്ത്, ഒരു ആൽമരം കാണുമ്പോൾ നമ്മളത് ആൽമരമാണ് എന്ന് തിരിച്ചറിയുന്നത് സ്വാഭാവികമായിട്ടും ആൽമരത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ മറ്റു മരങ്ങളിൽ നിന്ന് വേർതിരിക്കുക എന്നാണ്. ആപേക്ഷികമായി അതിനോട് മറ്റുള്ള മരങ്ങളോട് നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാവ് കാണിച്ചു തന്നിട്ട് ഇത് ആൽമരമാണെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കില്ല. കാരണം അതിൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ നമ്മൾ അറിയുന്നതനുസരിച്ച് എന്താണ്? വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ നോളജും, ഇപ്പോൾ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരാളെ നമ്മൾ അറിയുന്നത് അവൻ്റെ സ്വഭാവവിശേഷണങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരാൾ പറയുകയാണ്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ഒരാൾ പറയുകയാണ് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇല്ല, അത് സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പറയും അതല്ല എന്ന് പറയും. കാരണം നമ്മളത് അയാളുടെ സൗണ്ട് കൃത്യമായി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറ്റുള്ളതിനോട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് ഇന്ന ശരി എന്ന് നമ്മൾ പറയുകയാണ്. ഓക്കെ, അതിൽ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം 4 ഘടകങ്ങൾ അതിന് പറയുന്ന ആ 4 ഘടകങ്ങൾ. ദ നോൺ 4 ഫാക്ടേഴ്സ്. റിലേഷൻ നോളജിൻ്റെ 4 ഫാക്ടേഴ്സാണ്. ഒന്ന് ദ നോയ എന്ന് പറഞ്ഞാൽ പ്രമാദ. ഹു ഈസ് ദ സബ്ജക്റ്റ്? ഒരു വസ്തു, ഒരു അറിവ് എന്നുള്ളൊരു കേസ് എടുക്കുമ്പോൾ അവിടെ 4 ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. അവിടെ പ്രധാനമായിട്ടും ഒന്ന് അറിയുന്നവനാണ് നോയ, അതാണ് പ്രമാദ. ഹു ഈസ് ദ സബ്ജക്റ്റ്? അവരായിരിക്കും സബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ്. രണ്ടാമത്തത് ദ ഒബ്ജക്റ്റ് നോൺ
ഒബ്ജക്റ്റ് നോൺ ഓർ പ്രമേയ, അതായത് നമ്മൾ അറിയപ്പെടുന്ന വസ്തു, അതാണ് പ്രമേയ. നമ്മൾ ഒരു കാര്യത്തെ അറിയുമ്പോൾ, ഇപ്പം ഞാൻ ഒരു കാര്യത്തെ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു കൃത്യമായ, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ കൊറോണ എന്ന് പറയുന്നത് ഒരു അപകടകാരിയായ വൈറസാണ് എന്നുള്ളത് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു വിവരമാണ്. ഇറ്റ് ഈസ് എ നോളജ്. അപ്പോൾ നിലവിൽ ഇപ്പം എൻ്റെ അടുത്തുള്ളൊരു വിവരമാണ് കൊറോണ എന്നുള്ളത് ഒരു അപകടകാരിയായിട്ടുള്ള വൈറസാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അറിയുന്ന നോയർ എന്ന് പറയുന്നത് ഞാനാണ് പ്രമേത എന്ന് പറഞ്ഞ നോയർ. സബ്ജക്റ്റ് നോൺ ഓർ പ്രമേയ എന്ന് പറഞ്ഞത് ഈ കൊറോണ എന്നുള്ള ഈ വൈറസാണ് സബ്ജക്റ്റ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ തന്നെ അറിയുന്നത് പ്രമേയ എന്ന്. ദ പ്രോസസ് ഇൻ വിച്ച് ദ നോളജ് ഹാസ് ബീൻ അക്വേർഡ്, അതിനാണ് പ്രമാണ എന്ന് പറയുന്നത്. അതായത് ഈ നോളജ്, ഈ കൊറോണ എന്നുള്ളത് അപകടകാരിയായ വൈറസാണ് എന്നുള്ള ഈ നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്നതിനുള്ള ഒരു രീതി, അതായത് ഇൻ വിച്ച് നമ്മൾ പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സ്, പ്രക്രിയ. ഉദാഹരണത്തിന് അതിന് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ നടത്തിയിട്ട് ഒരുപാട് ലാബുകളിൽ വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അറിയുന്നത് ഇത് ഒരു അപകടകാരിയായിട്ടുള്ള വൈറസാണ്. അതിനെക്കുറിച്ചുള്ള വായനകൾ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ശേഖരിച്ചതിന് ശേഷമാണ്, അതായത് അതിന് പ്രോസസ്സ് നടക്കണം. ഇത് ഈ വൈറസിനെ കുറിച്ചുള്ള ഇൻ വിച്ച് നോളജ് ഹാസ് ബീൻ അക്വേർഡ്, അതിലൂടെയാണ് നമ്മൾ ഈ നോളജ് അക്വയർ ചെയ്യുന്നത്. അതിന് പ്രമാണ എന്ന് പറയും. ആൻഡ് ദ റിസൾട്ടൻ്റ് നോളജ്, അങ്ങനെ ഈ പഠനമൊക്കെ നടത്തി പത്രങ്ങളിലൂടെയുള്ള റിപ്പോർട്ടുകളിലും ഡോക്ടർമാരുടെ റിപ്പോർട്ടുകളെല്ലാം വെച്ചുകൊണ്ട് അതൊക്കെയാണ് പ്രോസസ്സ്. അതിലൂടെ ഒരു നോളജ് ഉണ്ടാക്കിയെടുത്തു. അതെന്താണ്? കൊറോണ ഈസ് എ ഡേഞ്ചറസ് വൈറസ് എന്നുള്ള ആ നോളജ്, അതാണ് റിസൾട്ടൻ്റ് നോളജ് ഓർ പ്രമ. അപ്പോൾ നമ്മൾ പ്രമ എന്നുള്ളത് നേരത്തെ പറയും ട്രൂ നോളജ് എന്നർത്ഥം. അപ്പോൾ ഉദാഹരണത്തിന് ഇത് ഒരാൾ വെറുതെ പറയുകയാണ് ഇതൊരു അപകടകാരിയായ വൈറസാണ് എന്നുള്ളത്, നമുക്ക് ആ പ്രോസസ്സ് കൃത്യമല്ല എങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ട്രൂ നോളജിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഈ ഇതിൻ്റെ 4 ഫാക്ടേഴ്സാണ് ഇന്ത്യയിലുള്ള റിലേഷണൽ, അതായത് ഒരു നോളജ് നമ്മൾ അടുത്തുണ്ടെങ്കിൽ അതിൻ്റെ 4 ഘടകങ്ങളാണിത്. ഒന്ന് അറിയുന്ന ആളുണ്ടാവും, നോയർ ഉണ്ടാവണം, നോൺ ഒബ്ജക്റ്റ് ഉണ്ടാവണം, നമ്മൾ അറിയപ്പെടുന്ന ആ വസ്തു ഒബ്ജക്റ്റ് നോൺ ഉണ്ടാവണം, മൂന്നാമത്തെ പ്രോസസ്സാണ്, നാലാമത്തത് അതിൻ്റെ റിസൾട്ടിൻ്റെ നോളജാണ്. ഈ 4 പോയിൻറ്റുകൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ദ സബ്ജക്റ്റ് ഓർ ദ സെൽഫ് ഹു നോസ് ഈസ് ദ സീറ്റ് ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് കോൺഷ്യസ്നെസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സബ്ജക്റ്റ് അല്ലെങ്കിൽ സെൽഫ്, അത് ഒരു വ്യക്തിയായിരിക്കാം, ഒരു മനുഷ്യനായിരിക്കാം. ആ ഒരു സബ്ജക്റ്റ് നോസ് ഈസ് ദ സീറ്റ് ഓഫ് ഇൻ്റലിജൻസ്, അതാണ് സീറ്റ് ഓഫ് ഇൻ്റലിജൻസ്. വിവരം എന്നുള്ളത് അതിൻ്റെ ഇരിപ്പിടം, അത് ആ സബ്ജക്റ്റാണ് നടത്തുക, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കുടികൊള്ളുന്നത് ആ ഒരു സബ്ജക്റ്റിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരാളുടെ അടുത്ത് ഒരുപാട് നോളജ് ഉണ്ടാവുക എന്ന് പറയുന്നത് അയാൾ മോർ ഇൻ്റലിജൻറ്റ് എന്നർത്ഥം, മോർ കോൺഷ്യസ് ആണ് എന്നർത്ഥം. സബ്ജക്റ്റ് മനുഷ്യന് മാത്രം ആവണമെന്നില്ല കേട്ടോ. കാരണം ചില ജീവികൾക്കും ഉണ്ടല്ലോ ഒരുപാട് നോളജുകൾ. ഒരു നായ എടുക്കുകയാണെങ്കിൽ ആ നായ അതിൻ്റെ ഉടമസ്ഥനെ തിരിച്ചറിയുന്നു. ദിസ് ഈസ് മൈ ഓണർ എന്ന് ആ നായക്കൊരു ബോധം ഉണ്ടെങ്കിൽ ഇറ്റ്സ് കോൺഷ്യസ്, ഇറ്റ്സ് ഇൻ്റലിജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പല നോളജ് എന്ന് പറഞ്ഞത് എല്ലാ ജീവികൾക്കും ഉണ്ടാവാം, പല ജീവികൾക്കും ഉണ്ടാവാം, മനുഷ്യന് കൂടുതലായിട്ടുണ്ട് എന്ന് മാത്രം. The object known may cover the entire range from things to emotions, acts to qualities, and from the existent to non-existent. അതേസമയത്ത് ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ ഒരു കാര്യത്തെ അറിയപ്പെടുന്ന വസ്തു, രണ്ടാമത് പറഞ്ഞ പ്രമേയ എന്ന് പറയുന്ന ആ നോൺ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മേ കവർ an entire range from things to emotions. അത് ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളാവാം. ടു ഇമോഷൻസ്, അതേപോലെ നമ്മൾ ഇമോഷനുകളാവാം. ഇമോഷൻസ് മീൻസ് ഫിലിപ്പദാന ലവ്, പാഷൻ ഓർ സിമ്പതി, ഹേറ്റ്രഡ്, ഇങ്ങനെയുള്ള ഈ ഇമോഷനുകൾ, നമുക്ക് തോന്നുന്ന ഇമോഷനുകളൊക്കെ ചിലപ്പോൾ എന്താവാം, അതൊക്കെ നോളജുകൾ തന്നെയാണ്. ഇപ്പോൾ വാട്ട് ഈസ് ഹേറ്റ്രഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഹേറ്റ്രഡ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ആവാം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ആക്ട്സ് ടു ക്വാളിറ്റീസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഒരാൾ നടക്കുന്നു, ഒരാൾ ഓടുന്നു എന്നുള്ളത് നമുക്കറിയുന്നുണ്ട്. അപ്പോൾ അത് നോളജാണ്, നമ്മളടുത്തുള്ള നോളജാണ്. ക്വാളിറ്റികൾ, നിറങ്ങൾ, ഭൂമിയിലുള്ള ഒരു പൂവിൻ്റെ നിറം എന്ത് എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. അത് നോളജ്, നമ്മളടുത്തുള്ള നോളജ് തന്നെയാണ്. ആൻഡ് ഫ്രം ദ എക്സിസ്റ്റൻറ്റ് ടു ദ നോൺ എക്സിസ്റ്റൻറ്റ്, നിലനിൽക്കുന്നത് ഇല്ലാത്ത, നോൺ എക്സിസ്റ്റൻ്റ് പറഞ്ഞാൽ പല കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ദിനോസറുകളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്തപ്പോൾ നിലവിലില്ലാത്ത പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച്, ദൈവസങ്കല്പത്തെക്കുറിച്ച്, സ്വർഗം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ ഇതിൽ
നോളജ് ഒബ്ജക്റ്റ് നോൺ എന്നുള്ളതിൽപ്പെട്ട നമ്മൾ എന്തൊക്കെ നോളജുകൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അക്വയർ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈ ഒബ്ജക്റ്റ് നോൺ ഒബ്ജക്റ്റ് എന്നുള്ളത് ഒബ്ജക്റ്റ് നോൺ എന്നുള്ളതിൽ വരുന്നു എന്നുള്ളത്. The characteristic of valid knowledge is to present and not to represent. So that memory is excluded from it. അപ്പോൾ മെമ്മറി ഇന്നലെ വേറെ സംശയം ചോദിക്കുകയും ചെയ്തു, മെമ്മറി അതിൽ പെടുമോ എന്നുള്ളത്, വാലിഡ് നോളജിൽ പെടുമോ എന്നുള്ളത്. അപ്പോൾ അതിന് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വാലിഡ് നോളജിൻ്റെ ഒരു സ്വഭാവ വിശേഷണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈസ് ടു പ്രസൻറ്റ്. അതെന്താവണം? പ്രസൻ്റ് ആവണം, സന്നിധമാവണം, നമുക്ക് മുന്നിൽ അവൈലബിൾ ആവണം എന്നുള്ളതാണ്. ആൻഡ് നോട്ട് ടു റെപ്രസെൻറ്റ്, പ്രതിനിധീകരിക്കുക എന്നുള്ളതല്ല എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സോ ദാറ്റ് മെമ്മറി ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ഇറ്റ് എന്ന് പറഞ്ഞ മെമ്മറിയെ വാലിഡ് നോളജിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് പ്രസൻ്റ് അല്ല, അത് കഴിഞ്ഞ കാലത്തുള്ള എന്തോ ആണ്. അപ്പോൾ അത് ഒരിക്കലും വാലിഡ് നോളജിൽ പെടുന്നില്ല. ഒപ്പീനിയൻ ഹാസ് ബീൻ ഡിവൈഡഡ് അബൌട്ട് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് പ്രമാണാസ് ഓർ സോഴ്സസ് ഓഫ് നോളജ്. പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. നമ്മൾ മൂന്നാമത് പറഞ്ഞ പ്രമാണ, നമ്മൾ പ്രോസസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞല്ലോ, അത് ജൂറിസ്ഡിക്ഷൻ ഓഫ് പ്രമാണാസ് ഓർ ഓഫ് പ്രമാണസ്, പ്രമാണങ്ങളുടെ എങ്ങനെ അത് വിധി, അത് ശരിയെന്ത് എങ്ങനെ തീരുമാനിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഓർ സോഴ്സസ് ഓഫ് നോളജ്, അതായത് ഒരു വിവരം നമുക്ക് കിട്ടുന്ന ആ സ്രോതസ്സിനെ കുറിച്ച്. നമുക്കൊരു വിവരം, ഞാൻ നേരത്തെ പറഞ്ഞു കൊറോണ വൈറസ് അപകടകാരിയാണ് എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയത് പത്രങ്ങളിലൂടെ, ഡോക്ടേഴ്സിൻ്റെ ലേഖനങ്ങളിലൂടെ, അവരുടെ വാർത്താ സമ്മേളനങ്ങളിലൂടെ, അവരുടെ ലാബ് റിപ്പോർട്ടുകളിലൂടെയൊക്കെയാണ്. അപ്പോൾ അതാണ് പ്രമാണ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. സം സ്കൂൾസ് ലൈക്ക് ബുദ്ധിസം ഹോൾഡ് ദ വ്യൂ ദാറ്റ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് വേരിയസ് പ്രമാണാസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ബുദ്ധിസം പോലുള്ള ചില സ്കൂൾസ് പറഞ്ഞത് ഈ ജൂറിസ്ഡിക്ഷൻ ഓഫ് വേരിയസ് പ്രമാണാസ്, ഈ വ്യത്യസ്ത പ്രമാണങ്ങളുടെ അതിനെ വിധി, അത് ശരിയാണോ എന്ന് തീരുമാനിക്കുന്നു. ആർ മ്യൂച്വൽ എക്സ്ക്ലൂസീവ്, ഓരോന്നും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ദിസ് വ്യൂ ഈസ് കോൾഡ്, അതിന് പറയുന്ന പേരാണ്, ഈ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേരാണ് പ്രമാണയാവസ്ഥ എന്ന് പറയും. പ്രമാണയാവസ്ഥ അഥവാ എല്ലാ ജൂറിസ്ഡിക്ഷൻ ഓഫ് വേരിയസ് പ്രമാണാസ്, ഓരോ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരം കിട്ടുന്ന ഓരോ സോഴ്സുകൾ, അതെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പെർസെപ്ഷൻ, ഇൻഫറൻസ്, അനുമാനം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ വിവരം, ടെസ്റ്റിമണി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ സ്കൂൾസ് ഓഫ് ഫിലോസഫി ആ സമയത്ത് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ബുദ്ധിസത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഓരോന്നും, പെർസെപ്ഷൻ ആവട്ടെ, ഇൻഫറൻസ് ആവട്ടെ, ടെസ്റ്റിമണി ആവട്ടെ, ഇങ്ങനെ ഏതാണെങ്കിലും അത് ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നാണ് ബുദ്ധിസം പറഞ്ഞത്. ഈ ഒരു സിദ്ധാന്തത്തിന് പറയപ്പെടുന്ന പേരാണ് പ്രമാണാവസ്ഥ. അതർ സ്കൂൾസ് ലൈക്ക് ന്യായ ആൻഡ് വൈശേഷിക ബിലീവ്, മറ്റ് ചില സ്കൂളുകൾ ന്യായ പോലുള്ള, വൈശേഷിക പോലുള്ള, അവരുടെ അഭിപ്രായത്തിൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രമാണാസ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ദ സെയിം ഇൻഫർമേഷൻ ഫ്രം എക്സാമ്പിൾ മേ ഗാദർ ഫ്രം പെർസെപ്ഷൻ ആസ് വെൽ ആസ് ഫ്രം ഇൻഫറൻസ്. അവരുടെ അഭിപ്രായത്തിൽ ഒരു ഇൻഫർമേഷൻ, ഒരു വിവരം തന്നെ അവരെന്ത് ചെയ്യാൻ പറ്റും? ഫ്രം എക്സാമ്പിൾ മേ ബി ഗാദർഡ് ഫ്രം പെർസെപ്ഷൻ, നമുക്ക് പെർസെപ്ഷനിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും, ആസ് വെൽ ആസ് ഫ്രം ഇൻഫറൻസിലൂടെയും ആർജിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റഭിപ്രായത്തിൽ ഓരോന്നും സെപ്പറേറ്റ്, അതിൻ്റെ പെർസെപ്ഷൻ എന്നുള്ളത് വേറെയാണ്, പിന്നെ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ വേറെയാണ് എന്നുള്ളതാണ് ആര് പറഞ്ഞത്? പ്രമാണാവസ്ഥയിൽ പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ഇത് പല ഗാദേർഡാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തെ ഇൻഫർമേഷനെ പെർസെപ്ഷനിലൂടെയും പിന്നെ ഇൻഫറൻസിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ആർജിച്ചെടുക്കാം. ഈ ഒരു സിദ്ധാന്തത്തിന് പറയുന്ന പേരാണ് പ്രമാണ സംഭവ എന്നുള്ള. ഓക്കെ. ഇറ്റ് ഈസ് ജനറലി നോൺ ദാറ്റ് നോളജ് റിവീൽസ് ദ ഒബ്ജക്ട്സ് ടു ദ സബ്ജക്റ്റ്. ഇത് പൊതുവെയുള്ളൊരു വിവരം. നോളജ് എന്ത് ചെയ്യുന്നു? റിവീൽസ് ദ ഒബ്ജക്റ്റിനെ റിവീൽ ചെയ്യുകയാണ് ആരിലേക്ക്? ടു ദ സബ്ജക്റ്റ്. നോളജ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ നോളജ് എന്ത് ചെയ്യാണ്? റിവീൽ ചെയ്യുകയാണ് എന്തിനാ? ഒബ്ജക്റ്റിനെ എന്തിലേക്ക്? സബ്ജക്റ്റിലേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്. ബട്ട് ഹൗ ഈസ് നോളജ് നോൺ? എങ്ങനെയാണ് ഈ വിവരം അയാൾ അറിയുന്നത്? ഇപ്പോൾ ഈ കൊറോണ എന്നുള്ളതിനെക്കുറിച്ച് ഇയാൾ എങ്ങനെ അത് അറിയപ്പെട്ടതാകുന്നു എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് നോക്കാം. സം ഓഫ് ദ സ്കൂൾസ് ഓഫ് ഫിലോസഫി ബിലീവ് ദാറ്റ് വെൻ എ പേഴ്സൺ നോസ് ആൻ ഒബ്ജക്റ്റ്, ചില സ്കൂളുകൾ വിശ്വസിക്കുന്നത് ഒരാളൊരു കാര്യത്തെ അറിയുമ്പോൾ ഹി ഓൾസോ നോസ് ദാറ്റ് ഹി നോസ് അബൌട്ട് ദ ഒബ്ജക്റ്റ്. അയാൾക്ക് അറിയാം അയാൾക്ക് ഈ വിവരത്തെക്കുറിച്ച് അറിയാമെന്നുള്ളത്. മനസ്സിലായിട്ടില്ല? എന്തായാലും മനസ്സിലായിട്ടില്ല. അപ്പോൾ ബാക്കി എന്താന്ന് പറഞ്ഞില്ല. അതായത് പിന്നെ നമ്മളിപ്പോൾ ഈ കൊറോണ വൈറസ് തന്നെ ഉദാഹരണം. അപ്പോൾ ഈ കൊറോണ വൈറസിനെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ വാട്ട് ഈസ് കൊറോണ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അതിനെക്കുറിച്ചുള്ള വിവരമുണ്ട്.
അതായത് കൊറോണ ഈസ് എ ഡേഞ്ചറസ് വൈറസ് എന്നുള്ളൊരു നോളജാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. ആ നോളജ് എനിക്കറിയാം എന്നുള്ള ഒരു അറിവ്, ആ അറിവ് എനിക്കറിയാം കൊറോണ വൈറസ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് വൈറസ് എന്നുള്ള നോളജാണല്ലോ. ആ നോളജ് എനിക്കറിയാം എന്നുള്ള ഒരു അറിവ്, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. കാരണം അതൊരു ഇവരുടെ ഫിലോസഫിക് ടേമാണ്, ഫിലോസഫിക് കൺസെപ്റ്റാണ്. അപ്പോൾ അത് ഇവർ പറഞ്ഞതനുസരിച്ച് പിന്നെ ബിലീവ് ദാറ്റ് വെൻ എ പേഴ്സൺ നോസ് ആൻ ഒബ്ജക്റ്റ്, ഒരാളൊരു വസ്തുവിനെ അറിയുമ്പോൾ ഹി ഓൾസോ നോസ്, അയാൾ അറിയുന്നുണ്ട് ദാറ്റ് ഹി നോസ് അബൌട്ട് ദ ഒബ്ജക്റ്റ്, ആ വസ്തുവിനെ കുറിച്ച് അറിയുന്നു എന്നുള്ള അറിവ് ഇയാൾക്കുണ്ട് എന്നർത്ഥം. അതെ ഇവർ കണക്ക് കൂട്ടുന്നത്. ദിസ് തിയറി ഈസ് നോൺ ആസ് സ്വതപ്രകാശവാദ ഓർ ദ തിയറി ഓഫ് ഇൻട്രിൻസിക് മാനിഫെസ്റ്റഡ്നെസ് ഓഫ് നോളജ്. നോട്ട് ചെയ്യാം, ഈ ഒരു തിയറിക്ക് പറയുന്ന പേരാണ് സ്വതപ്രകാശവാദ അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻട്രിൻസിക് മാനിഫെസ്റ്റഡ്നെസ് ഓഫ് നോളജ്. എന്ന് പറഞ്ഞാൽ നമ്മളടുത്തൊരു കാര്യത്തെക്കുറിച്ച് വിവരമുണ്ട്, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് വിവരം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ട് എന്നുള്ളൊരറിവ്. ഉദാഹരണം എന്നോട് ചോദിച്ചാൽ ഐ നോ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തുള്ളൊരു നോളജാണല്ലോ അത്. ആ ഒരു നോളജ്, ആ നോളജ് ഉണ്ട് എന്നുള്ളൊരു നോളജ് എന്നർത്ഥം. അതിനാണ് സ്വതപ്രകാശവാദ. കൂടുതലിങ്ങനെ കൺഫ്യൂഷനാക്കി വെറുതെ തല തിരിയേണ്ട, ഏകദേശം ആ ഒരു രീതി മനസ്സിലാക്കി വെക്കുക. സം അതർ സ്കൂൾസ് ബിലീവ് ദാറ്റ്, എന്നാൽ മറ്റു നേരെ ചില സ്കൂളുകൾ വിശ്വസിക്കുന്നത് വൺസ് നോളജ് അബൌട്ട് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഗോ അലോങ് വിത്ത് വൺസ് നോളജ് അബൌട്ട് ദ ഒബ്ജക്റ്റ്. നമ്മളിത് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. അവർ പറഞ്ഞത് ഒരാൾക്കൊരു വസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഡസ് നോട്ട് ഗോ അലോങ്, അതിന് കൂടെ ഒരിക്കലും എന്ത് വരുന്നില്ല, വൺസ് നോളജ് അബൌട്ട് ദ നോളജ്, നോളജിനെ കുറിച്ചുള്ള എന്ന് പറഞ്ഞാൽ ഇതൊരു നോളജാണല്ലോ, അതിനെക്കുറിച്ചുള്ള അറിവുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് എന്നർത്ഥം. This view is known as Parada Prakashavada or the theory of extrinsic manifestedness of knowledge. ഈ രണ്ട് തിയറികളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ദ ഫോമർ വ്യൂ, നമ്മൾ ഒന്നാമത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ സ്വതപ്രകാശവാദ, ഇൻട്രിൻസിക് മാനിഫെസ്റ്റഡ്നെസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞത് അത് സംഖ്യ ആൻഡ് പ്രഭാകര മീമാംസ സ്കൂളുകളുടെ വ്യൂ പോയിൻ്റാണ്. അതേസമയത്ത് രണ്ടാമത് പറഞ്ഞ പരാത പ്രകാശവാദ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മാനിഫെസ്റ്റഡ്നെസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ന്യായ ആൻഡ് ഭട്ട മീമാംസ സ്കൂളുകളാണ് അവരുടെ ആശയം ഉയർത്തിപ്പിടിച്ചത്. സിമിലർലി ദർ ആർ ടു തിയറീസ് അബൌട്ട് ദ വാലിഡിറ്റി ഓഫ് നോളജ്. രണ്ട് തിയറി, വാലിഡിറ്റി ഓഫ് നോളജിനെ കുറിച്ചുള്ള രണ്ട് തിയറി. ദ വ്യൂ ദാറ്റ് വാലിഡിറ്റി ഓഫ് നോളജ് ഈസ് ഇൻട്രിൻസിക്. വാലിഡിറ്റി ഓഫ് നോളജ്, ഒരു വിവരത്തിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ആണ് എന്ന് പറഞ്ഞാൽ അതിന് ജന്മനുള്ള ഒരു എന്താ പറയുക, അന്തർലീനമാണ്, അതിൽ തന്നെ അന്തർലീനമാണ് എന്നുള്ള വ്യൂ പോയിൻ്റാണ് സ്വതപ്രമാണ്യവാദ. അതായത് ഇൻട്രിൻസിക് നോളജ് ഈസ് ഇൻട്രിൻസിക് എന്നുള്ളതാണ് സ്വതപ്രമാണ്യവാദ. ദിസ് വ്യൂ ഇസ് ഹെൽഡ് ബൈ, ഇത് ആരൊക്കെയാണ്, സംഖ്യ, യോഗ, വേദാന്ത ആൻഡ് മീമാംസ സ്കൂൾസ് ആണ്. ദ തിയറി ദാറ്റ് വാലിഡിറ്റി ഓഫ് നോളജ് ഈസ് എക്സ്ട്രിൻസിക്, മറ്റേത് ഇൻട്രിൻസിക് ആണ്, ഇത് എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ബാഹ്യമാണ്, അത് അന്തർലീനമല്ല, അതിൽ നൈസർഗികമല്ല എന്നുള്ള ഒരു ചിന്താഗതി, ഒരു വ്യൂ പോയിൻ്റാണ് എന്ത് പരാത പ്രണണ്യവാദ. അങ്ങനെയൊക്കെയാണ് വായിക്കുക. ദിസ് വ്യൂ ഈസ് അഡ്വക്കേറ്റഡ് ബൈ ന്യായ ആൻഡ് വൈശേഷിക സ്കൂൾ. അപ്പോൾ ഈ രണ്ട് സിദ്ധാന്തങ്ങൾ, വാലിഡിറ്റി ഓഫ് നോളജിനെ കുറിച്ചുള്ള സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് വെച്ച് പുലർത്തുന്ന രണ്ട് കൺസെപ്റ്റുകളാണ് എന്ത് സ്വതപ്രമാണ്യവാദ ആൻഡ് പരാത പ്രണണ്യവാദ. ഒന്ന് ഇൻട്രിൻസിക് എന്നാണ്, നോളജ് ഇൻട്രിൻസിക് ആണ് എന്നുള്ളത്, മറ്റൊന്ന് നോളജ് എക്സ്ട്രിൻസിക് ആണ് എന്നുള്ളത്. ദ കൺസെപ്റ്റ് ഓഫ് ഇല്യൂഷൻ. The concept of illusion is very important in Indian tradition, and the various schools of philosophy have been their own interpretation as to what it is and how it occurs. ഇല്യൂഷനെ കുറിച്ച് ഇന്ത്യൻ ഫിലോസഫിയിൽ അഭിപ്രായങ്ങളുണ്ട്, എന്താണത്, എങ്ങനെ അത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ. ഇല്യൂഷൻ ഓർ ഖ്യാതി, അതിന് മറ്റൊരു ഇതിൻ്റെ സംസ്കൃതത്തിലുള്ള പേരാണ് ഖ്യാതി. ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് എറർ ഓഫ് പെർസെപ്ഷൻ. അതൊരു എറർ ഓഫ് പെർസെപ്ഷൻ, അതായത് ശരിയല്ലാത്ത ഒരു വീക്ഷണം തന്നെയാണ്, കാണലാണ് എന്ത് ഈ ഇല്യൂഷൻ എന്നുള്ളത്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മിഥ്യ അല്ലെങ്കിൽ ഒരു തെറ്റായ നമ്മുടെ വ്യൂ. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ, ചിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് അത് ചലിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ, നമ്മൾ കണ്ണിനത് ചലിക്കുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്, അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ ചലിക്കുന്ന ചിത്രമല്ല,
അത് കുറേ കളേഴ്സിൻ്റെ ഒരു വെറും ചിത്രം മാത്രമാണ്. പക്ഷെ നമ്മളെ കണ്ണിനത് ഒരു ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിഥ്യ, നമുക്ക് തോന്നലാണ് എന്ത് അത് ചലിക്കുന്നുണ്ട് എന്നുള്ള. ഇതിനാണ് യഥാർത്ഥത്തിൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കണ്ടിട്ട് നമ്മൾ അത് മറ്റേ ഉദാഹരണം ഇത് യഥാർത്ഥത്തിൽ ചലിക്കുന്നില്ല ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നമുക്ക് തോന്നുന്നുണ്ട് ഇത് ചലിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എറർ ഓഫ് പെർസെപ്ഷൻ, നമ്മുടെ പെർസെപ്ഷൻ്റെ സംഭവിക്കുന്ന ഒരു എററായിട്ടാണ് ഇല്യൂഷനെ കാണുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അധ്യാസ. അധ്യാസ എന്നുള്ള മറ്റൊരു പേരും ഇതിനുണ്ട്. ഇല്യൂഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം മെമ്മറി, ഡ്രീം, ഹലൂസിനേഷൻ ഓർ റെക്കഗ്നിഷൻ. ഇല്യൂഷൻ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. മെമ്മറി, ഡ്രീം, ഹലൂസിനേഷൻ, റെക്കഗ്നിഷൻ എന്നുള്ള ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്നുള്ള തോന്നുക, ഡ്രീം, സ്വപ്നം, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഹിയർ വൺ ഒബ്ജക്റ്റ് ഈസ് മിസ്റ്റേക്കൻലി റിലേറ്റഡ് ടു ഓർ പെർസീവ്ഡ് ആസ് അനദർ. നോട്ട് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. വൺ ഒബ്ജക്റ്റ് ഈസ് മിസ്റ്റേക്കൻലി, ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഒബ്ജക്റ്റ് ഈസ് മിസ്റ്റേക്കൻലി റിലേറ്റഡ് ടു, നമ്മളൊരു വസ്തുവിനെ തെറ്റായ രീതി തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ ബന്ധപ്പെടുത്തുന്നു. ഓർ പെർസീവ്ഡ് ആസ് അനദർ, അതല്ലെങ്കിൽ മറ്റൊന്നായിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു? പെർസീവ് വാച്ച് ചെയ്യുന്നു, നമ്മളതിനെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ ചിത്രത്തിൽ വിട്ട പോലെ അത് യഥാർത്ഥത്തിൽ ചലിക്കുന്നില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ പെർസീവ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ചലിക്കുന്നതായിട്ടാണെന്നർത്ഥം. അത്തരം ഒന്നിനാണ് ഇല്യൂഷൻ. ഇവർ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സീയിങ് ദ ബ്രൈറ്റ്നെസ് ഓഫ് എ ഷെൽ. നമ്മളൊരു കടൽ തീരത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നല്ല തിളങ്ങുന്ന ഒരു ഷെല്ല്, ഒരു ചിപ്പി അങ്ങനെ എന്തെങ്കിലും കാണുന്നു. ആ സമയത്ത് ഫോർ ഇൻസ്റ്റൻസ് എ പേഴ്സൺ മേ ഫീൽ ദാറ്റ് ദർ ഈസ് സിൽവർ ഓൺ ഇറ്റ്. നമ്മൾ ചിന്തിക്കുകയാണ്, അതിങ്ങനെ പ്രകാശത്തിങ്ങനെ വെട്ടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അതിൽ സിൽവർ ഉണ്ട്, അല്ലെങ്കിൽ അത് സിൽവറാണ് എന്ന് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിലെ ഒരു ഇല്യൂഷനാണ്. Thus in illusion there is usually a mix-up between two cognition. അപ്പോൾ നമ്മളിവിടെ രണ്ട് കൊഗ്നീഷൻ്റെ മിക്സപ്പാണ് ഒരു ഇല്യൂഷനിൽ സംഭവിക്കുന്നത്. രണ്ട് കൊഗ്നീഷനുകൾ കൂടിച്ചേരലുകൾ. എ നോൺ എക്സിസ്റ്റൻ്റ്, ഒന്ന് നിലയില്ലാത്തത് എന്നാണ് സിൽവറാണ് എന്നുള്ളത് അവിടെ നോൺ എക്സിസ്റ്റൻ്റ്, അതൊരിക്കലും അതല്ല. ഓർ ടോട്ടലി ഫാൾസ് ഒബ്ജക്റ്റ്, ലൈക്ക് ഹിയർ ഉദാഹരണത്തിന് തെറ്റായ ഒന്ന്, ഇതുപോലെ ഹാസ് ഓൺ കനോട്ട് ബി കോഗ്നൈസ്ഡ് ആസ് എൻ ഇല്യൂഷൻ. നമ്മൾ ഈ മുയലിൻ്റെ കൊമ്പ് എന്ന് പറയുന്നൊരു ഇല്യൂഷൻ ഉണ്ട്, കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്നതല്ല. മുയലിന് കൊമ്പ് ഉണ്ട് എന്ന് തോന്നൽ. എ നോൺ എക്സിസ്റ്റൻ്റ് കനോട്ട് ബി, therefore the two cognitions involved cannot be totally false. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കൊഗ്നീഷൻ ഇൻവോൾവഡ് ആയിട്ടുള്ള രണ്ട് കൊഗ്നീഷൻ cannot be totally false. രണ്ടും തെറ്റാണെന്ന് പറയുമ്പോൾ ഒന്നതിൽ ശരിയായിരിക്കും എന്നുള്ളതാണ്, അത് മറ്റെന്താ ആണ് എന്നുള്ള ഒന്ന് ഉണ്ടാവുമല്ലോ, അത് ശരിയാണ്. Some of the major interpretations given to this concept by various schools of, താഴെ പറയാണ് ഓരോ സിദ്ധാന്തങ്ങൾ, ഇല്യൂഷൻ എന്ത് എന്നതിനെ കുറിച്ചുള്ള ഓരോ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് പറഞ്ഞ സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ ഇനി ഓരോ സ്കൂൾസിൻ്റെ പറയാം. ഫസ്റ്റ് വൺ, അസത്ഖ്യാതിവാദ. അസത്ഖ്യാതിവാദ എന്ന് പറഞ്ഞ ഇല്യൂഷൻ്റെ ഫസ്റ്റ് സ്കൂൾ, അവരുടെ കൺസെപ്റ്റ് എന്താ? ദ വ്യൂ ഓഫ് ഇല്യൂഷൻ ഈസ് ഹെൽഡ് ബൈ മധ്യമക സ്കൂൾ ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ മധ്യമക സ്കൂളാണ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ളത്, ഇല്യൂഷൻ്റെ ഈ ഒരു വ്യൂ പോയിന്റിൽ. ബീങ് നിഹിലിസ്റ്റ്സ്, നിഹിലിസ്റ്റ്സ് മീൻസ് വൺ ഹു ഡസൻറ്റ് ബിലീവ് ഇൻ റിലീജിയൻ ഓർ ഗോഡ്, അങ്ങനെയുള്ളവരാണ് നിഹിലിസ്റ്റുകൾ. മതത്തിൽ വിശ്വസിക്കാത്തവരായിട്ടുള്ളവർ. ദ ബിലീവ് ദാറ്റ് ഇൻ ഇല്യൂഷൻ ദർ ഈസ് ദ അപ്രിഹെൻഷൻ ഓഫ് നോൺ എക്സിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അസത്ത് ആസ് എക്സിസ്റ്റൻ്റ്. അവർ വിശ്വസിക്കുന്നത് ഇല്യൂഷനിൽ ദർ ഈസ് അപ്രിഹെൻഷൻ, മീൻസ് വി ആർ അണ്ടർസ്റ്റാൻഡിങ്, വി ആർ തിങ്കിങ് ഓർ വി ആർ കോഗ്നൈസിങ് ഓഫ് ദ നോൺ എക്സിസ്റ്റൻ്റ്. നമ്മൾ ഇല്ലാത്തൊരു വസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് ആസ് എക്സിസ്റ്റൻ്റ്, എന്തായിട്ട് നിലനിൽക്കുന്നത്, അതുണ്ട്, അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഉദാഹരണം ഷെല്ല് സിൽവർ എന്നുള്ള ആ ഒരു ഉദാഹരണം എപ്പോഴും ഓർത്ത് വെക്കുക. അതൊരു ഇല്യൂഷൻ്റെ ഒരു ഉദാഹരണം പറയുന്നത്. ഷെല്ല്, നമ്മളൊരു കടപ്പുറത്ത് കിടക്കുന്ന ഷെല്ല് കണ്ടിട്ട് നമ്മൾ വിചാരിക്കുകയാണെന്ത് ഇറ്റ് ഇസ് എ സിൽവർ, അതൊരു വെള്ളിയാണെന്ന് വിചാരിക്കുന്നത്, അതൊരു ഇല്യൂഷനാണ്. ആ ഒരു കൺസെപ്റ്റിൽ സിൽവർ ഈസ് അപ്രിഹെൻഡഡ് ആസ് റിയൽ ഈവൻ ദോ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ ഈ ഒരു ഉദാഹരണത്തിൽ നമ്മൾ സിൽവറിനെ വിചാരിക്കുകയാണെന്ത് അത് സിൽവർ റിയൽ ആണെന്ന് വിചാരിക്കുന്നു. അത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരിക്കലും അത് നിലനിൽക്കുക, സിൽവർ അവിടെ ഇല്ല എന്ന അവസ്ഥയിലാണ് നമ്മൾ വിചാരിക്കുന്നത് എന്ത് അത് സിൽവർ ആണെന്നുള്ള. അതാണ് ഇവരെ പറഞ്ഞ ഈ ഒരു സിദ്ധാന്തം. ദ ഷെൽ ഇല്യൂഷൻ സിൽവർ ഈസ് അപ്രിഹെൻഡഡ് മീൻസ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്, നമ്മളതിനെ വിലയിരുത്തുന്നത് ആസ് റിയൽ, അത് ഉള്ളതായിട്ടാണ്. സിൽവർ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈവൻ ദോ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, എന്നാൽ നമ്മൾ കാണുമ്പോൾ ആ കാഴ്ചയിലുള്ളൂ, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്തില്ല, സിൽവർ ഇല്ല.
However, they also hold that അവരുടെ സിദ്ധാന്തത്തിൽ ഈവൻ ദ ഷെൽ ഈസ് ആസ് അൺറിയൽ ആസ് ദ സിൽവർ. ഇവരുടെ സിദ്ധാന്തത്തിൽ മറ്റൊന്ന് എന്താ വെച്ചാൽ ഇവിടെ ഷെൽ തന്നെ അൺറിയൽ ആണെന്നാണ് അവർ പറയുന്നത്. ഓൾ ദാറ്റ് അവരുടെ വ്യൂ പോയിൻ്റ് ആണത്. ഈവൻ ദ ഷെൽ ഈസ് ആസ് അൺറിയൽ ആസ് ദ, അവിടെ നമ്മൾ പറഞ്ഞു സിൽവർ ഓൾറെഡി ഇല്ല എന്ന് പറഞ്ഞു. ആ സിൽവർ ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അൺറിയൽ ആണെന്തും അവിടെ ഷെല്ലും എന്നാണ് ഇവരുടെ അഭിപ്രായം. This view has been criticized by the other schools because if the shell and the silver are both unreal, then why should the one contradict the other? അപ്പോൾ ഇത് മറ്റു പല സ്കൂളുകളും എതിർത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ചോദിച്ചത് ഇവിടെ സിൽവറും ഷെല്ലും അൺറിയൽ ആണെങ്കിൽ, അത് രണ്ടും ഇല്ലാത്തതാണെങ്കിൽ, then why should the one കോൺട്രാഡിക്റ്റ് ദ അതർ, എന്തിന് ഒരു വൈരുദ്ധ്യം തോന്നണം, ഒന്ന് മറ്റൊന്നിനോട് എതിരാവണം എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മറ്റുള്ള പല സ്കൂൾസും ഇതിനെ എതിർത്തിട്ടുള്ളത്. രണ്ടാമത് ദ ആത്മഖ്യാതിവാദ. ദിസ് ഈസ് ദ വ്യൂ ഓഫ് യോഗകാര സ്കൂൾ ഓഫ് ബുദ്ധിസം. യോഗകാര സ്കൂൾ ഓഫ് ബുദ്ധിസത്തിൻ്റെ വ്യൂ പോയിൻ്റാണത്. ബീങ് ഐഡിയലിസ്റ്റ്, അവർ ഐഡിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യാഥാസ്ഥികവാദിക്കാർ. ദേ ഡിനൈ ദ എക്സിസ്റ്റൻസ് ഓഫ് എക്സ്റ്റേണൽ ഒബ്ജക്ട്സ്. അവർ ഡിനൈ ചെയ്യുന്നത് എക്സ്റ്റേണൽ ഒബ്ജക്ട്സുകൾ അവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ആക്സെപ്റ്റ് ഓൺലി ദ ഇൻറ്റേർണൽ ഐഡിയാസ്. ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ സിൽവർ എന്നുള്ളതും ഷെല്ല് എന്ന് പറഞ്ഞ ഐഡിയാസേ ഉള്ളൂ, അതവിടെ സാധനം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ആസ് എ ഫോം ഓഫ് ഇന്നർ കൊഗ്നീഷൻ ദ സിൽവർ ഈസ് ആസ് റിയൽ ആസ് ദ ഷെൽ. അപ്പോൾ ഇന്നർ കൊഗ്നീഷനിൽ നമ്മളെ മൈൻഡിൽ, നമ്മളെ മനസ്സിൽ ഷെല്ലും ഉണ്ട് സിൽവറും ഉണ്ട് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ബാഹ്യമായിട്ട് അതൊരു സാധനം എക്സ്റ്റേണലി അത് ഇല്ല എന്നുള്ളതാണ് ഇവരെന്ത് ചെയ്യുന്നത്, പറയുന്നത്. അത് ഇന്നർ കൊഗ്നീഷനിൽ നമുക്ക് അത് രണ്ടും ഉണ്ട്, ഒന്ന് മാത്രമല്ല രണ്ടുമുണ്ട് എന്നുള്ളത്. കൊഗ്നീഷൻ സിൽവർ ആസ് റിയൽ ആസ് ദ ഷെൽ, ഷെല്ലിനെ പോലെ തന്നെ റിയൽ ആണെന്തും സിൽവറും. ഈ ഒരു വ്യൂ പോയിൻറ്റിനും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് ഇഫ് ദ ഷെൽ ആൻഡ് സിൽവർ ആർ ബോത്ത് ഫോംസ് ഓഫ് ഇന്നർ കൊഗ്നീഷൻ. ഈ ഷെല്ലും സിൽവറും നമ്മുടെ ഇന്നർ കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കൺസെപ്റ്റിൻ്റെ രൂപത്തിൽ അത് രണ്ടും അവൈലബിൾ ആണെങ്കിൽ ദർ ക്യാൻ ബി നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വാലിഡ് പെർസെപ്ഷൻ ആൻഡ്. അപ്പോൾ ഇവർ ചോദിച്ചത് അതുകൊണ്ട് ഇതാണ്, അതായത് അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ ഇതിനിടയിൽ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വാലിഡ് പെർസെപ്ഷൻ ആൻഡ് ഇല്യൂഷൻ. ഇല്യൂഷൻ്റെയും വാലിഡ് പെർസെപ്ഷനായിട്ടും ഇതിനെ കണക്കൂട്ടല്ലോ എന്നുള്ളതാണ് ആര് വിമർശകർ ഉന്നയിച്ച ചോദ്യം. അതിനെ ഇല്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റൂലല്ലോ, അതിനെ വാലിഡ് നോളജായിട്ടും വാലിഡ് പെർസെപ്ഷനായിട്ടും കണക്കാക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ് ഇതിനെ വിമർശിക്കുന്ന ക്രിട്ടിക്കുകൾ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചില പോയിന്റുകളാണെങ്കിൽ പോലും ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. കുറേ സിദ്ധാന്ത ഫിലോസഫികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് ചിന്തിക്കുമ്പോൾ അത് ശരിയാണോ ഇല്ലേ എന്നുള്ളതല്ല പ്രധാനം. ഇവർ ഈ ഇന്ത്യൻ ഫിലോസഫീസിൽ അവർ കൊണ്ടുവന്ന ചില സിദ്ധാന്തങ്ങളാണ്. അത് പലതും ശരിയാവാം, പലതും ശരിയല്ലാതിരിക്കാം. അപ്പോൾ ആ ഫിലോസഫികൾ കൃത്യമായി പഠിച്ചു വെക്കുക. അവരുടെ കൺസെപ്റ്റ് ഇതിനെക്കുറിച്ച് ഇന്നതായിരുന്നു. ചില കൺസെപ്റ്റുകൾ അനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഈ പ്രകൃതിയിലുള്ള പലതും ഇല്ല തോന്നലുകളാണെന്നൊക്കെ ഉള്ളതാണ് ഈ പറഞ്ഞ സിദ്ധാന്തങ്ങൾ പലതും. ഈ പ്രകൃതി കാണുന്നതെല്ലാം മിഥ്യ മാത്രമാണ് എന്ന് സിദ്ധാന്തങ്ങൾ വരെ പലരും ഫിലോസഫികളും പറയുന്നു. അപ്പോൾ അത് നിങ്ങൾ ബേസ്ഡ് ഓൺ യുവർ പേപ്പർ നിങ്ങളെന്ത് ചെയ്യുക, കൃത്യമായി അതിനെ ഓരോന്നിനെയും മനസ്സിലാക്കി പോയിൻ്റ് നോട്ട് ചെയ്ത് മനസ്സിലാക്കി എഴുതി വെക്കുക. ഓക്കെ, ഇന്ന് ഏകദേശം ഇത്ര ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അടുത്ത ക്ലാസ്സോട് കൂടി ഈ ഒരു മൊഡ്യൂൾ തീരും. എന്തായാലും ഇതിൻ്റെ ആ നോട്ട്സൊക്കെ നിങ്ങൾ തയ്യാറാക്കി പലരും അയച്ചു തരുന്നുണ്ട്. ബാക്കിയുള്ള ഒന്നും ഇനിയും പിന്നെ അയച്ചു തരാത്തവർ അയച്ചു തരണം. കൃത്യമായി അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മൈ സ്റ്റുഡൻസ് എവരിവൺ. ഓക്കെ, ലെറ്റ്സ് മീറ്റ് അഗൈൻ ടുമോറോ.